നമസ്കാരം. ഗാസയിൽ ഇസ്രയേലിന്റെ ഹമാസ് വേട്ട തുടരുന്നു. വടക്കൻ ഗാസയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസ് വക്താവ് അബ്ദുള്ള ലത്തീഫ് അൽ ഖനൗ കൊല്ലപ്പെട്ടു. ജബാലിയിൽ ഹനൌവിന്റെ ടെന്റിന് നേരെയായിരുന്നു ആക്രമണം. ഗാസ സിറ്റിയിൽ മറ്റൊരു ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 കുട്ടികളടക്കം 6 പേരും കൊല്ലപ്പെട്ടു. കഴിഞ്ഞയാഴ്ച ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ 2 പേരെ കൊലപ്പെടുത്തിയിരുന്നു. ഒരു വർഷത്തിനിടെ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ സമിതിയിലെ 20 അംഗങ്ങളിൽ 11 പേരെയും ഇസ്രയേൽ വകവരുത്തി. ഗാസയിൽ ലക്ഷക്കണക്കിന് ഫലസ്തീൻകാർ പട്ടിണിയുടെയും പോഷകാഹാരക്കുറവിന്റെയും പിടിയിലാണെന്ന് UN ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. 3 ആഴ്ചയായി ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ ഹമാസിനെതിരെ ഫലസ്തീൻ ജനത പ്രതിഷേധവുമായി എത്തിയതും വാർത്തയായിരുന്നു. ഔട്ട് ഹമാസ്, അവർ തീവ്രവാദികളാണ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന മുദ്രാവാക്യവുമായി നൂറുകണക്കിന് ആളുകളായിരുന്നു വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇത് നിഷേധിക്കുകയാണ് ഹമാസ്. ചില സ്ഥാപിത താൽപ്പര്യക്കാർ ജനപ്രക്ഷോഭത്തെ ഹമാസിനെതിരായി ചിത്രീകരിച്ചതാണെന്നും വാസ്തവത്തിൽ ഇസ്രയേലിന്റെ യുദ്ധത്തിനും അധിനിവേശത്തിനും എതിരെയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നതെന്നും ഹമാസ് വക്താവ് ബാസിം നയീം അൽ അറബി ടെലിവിഷൻ നെറ്റ്വർക്കിനോട് പറഞ്ഞു. ഹമാസ് ഭരണകൂടത്തെ വിമർശിക്കുന്നതായി കാണിച്ച് റാലികളെ തെറ്റായി ചിത്രീകരിക്കുകയാണ്. ഇസ്രയേൽ ആക്രമണം നിർത്താൻ ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ ശത്രുക്കളും രാഷ്ട്രീയ അജണ്ടകളുള്ള മറ്റു കക്ഷികളും വിഷയത്തെ വഴിതിരിച്ചു വിടുകയാണ്. ജനങ്ങൾ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെതിരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആളുകൾ രാഷ്ട്രീയമായി വൈവിധ്യമുള്ളവരാണെന്ന് ഞങ്ങൾക്കറിയാം. എതിരഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനും ആക്രമണം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്താണ് ജനങ്ങൾ തെരുവിലിറങ്ങിയതെന്നുമാണ് ഹമാസ് വാദം. ഇസ്ലാമിക് ജിഹാദികൾ ഇസ്രയേലിനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ പിറ്റേന്നാണ് വടക്കൻ ഗാസയിൽ പ്രതിഷേധങ്ങളുണ്ടായത്. ഇത് ബെയ്റ്റ് ലാഹിയയുടെ വലിയൊരു ഭാഗം ഒഴിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തിന് കാരണമായി. ഇതാണ് പ്രദേശത്ത് പൊതുജനരോഷം അണപൊട്ടിയൊഴുകിയത്. അല്പം സംയമനം ഹമാസ് പാലിച്ചിരുന്നെങ്കിൽ തങ്ങൾക്ക് ഈ ഗതികേട് ഉണ്ടാവില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. വെടിനിർത്തൽ നീട്ടാനുള്ള US നിർദ്ദേശം നിരസിച്ചതിനും നാട്ടുകാർ ഹമാസിനെ കുറ്റപ്പെടുത്തി. ഇതോടെ മാർച്ച് 18 വ്യോമാക്രമണത്തോടെ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഇതോടെ നൂറുകണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. അതേസമയം ഹമാസ് സ്ത്രീകളോട് അങ്ങേയറ്റം മോശമായിട്ടാണ് പെരുമാറിയിരുന്നതെന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഹമാസ് തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇയാന ഗ്രീറ്റ്വേസ്കി എന്ന 31-കാരിയാണ് തന്റെ ഭീകരാനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. ഹമാസ് ഭീകരർ ഗാസ അതിർത്തിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകുന്ന വേളയിൽ ഭീകരർ പലതവണ തന്റെ തല ശരീരത്തിൽ മോശമായ രീതിയിൽ സ്പർശിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഒരു ബൈക്കിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. 2 പുരുഷന്മാർ ഇയാനയെ നടുക്കിരുത്തിയാണ് കൊണ്ടുപോയത്. മുഖവും ശരീരവും ടാർപോളിൻ കൊണ്ട് മൂടിയാണ് ഇവർ കൊണ്ടുപോയത്. പിറ്റേ ദിവസം ബോധം വീഴുമ്പോൾ ഇയാന മനസ്സിലാക്കിയത് താൻ അർദ്ധനഗ്നയാണെന്നാണ്. അജ്ഞാതമായ ഏതോ സ്ഥലത്തെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് താൻ കിടക്കുന്നത്. ചുറ്റിനും സായുധരായ 7 പേരുണ്ടായിരുന്നു. താൻ ധരിച്ചിരുന്ന ഷർട്ട് ഉയർത്തി വെച്ചിരുന്നു. കൂടാതെ ധരിച്ചിരുന്ന ട്രൗസറും ഊരിക്കളഞ്ഞിരുന്നു. അബോധാവസ്ഥയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം മനസ്സിലായില്ലെങ്കിലും ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ടെന്ന് തോന്നിയ ബുദ്ധി അനുസരിച്ച് തനിക്ക് ആർത്തവമാണെന്ന് അവരോട് പറഞ്ഞു. കലിതുള്ളിയ ഭീകരർ ഇയാനെ ക്രൂരമായി മർദ്ദിക്കുകയും ഉയർത്തിയെടുക്കുകയും ചെയ്തു. തടവിൽ കഴിയുന്ന സമയത്ത് മറ്റൊരു തീവ്രവാദി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ട് ആലിംഗനം ചെയ്തു. പിന്നീട് ഇയാൾ പറഞ്ഞത് ഇയാനെ മോചിപ്പിക്കാൻ താൻ അനുവദിക്കില്ലെന്നാണ്. കാരണം തനിക്ക് അവളെ ഭാര്യയാക്കണമെന്നും തന്റെ കുട്ടികളുടെ അമ്മയാക്കണമെന്നും ആഗ്രഹമുണ്ടെന്നുമാണ്. ഇയാനയ്ക്കൊപ്പം ഹമാസ് തടവിൽ കഴിഞ്ഞിരുന്ന മദാൻ സെൻവുഗേർ എന്ന 25-കാരിയെ ഹമാസ് ഇനിയും മോചിപ്പിച്ചിട്ടില്ല.